ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ എക്സാം, ഈ ഓണപരീക്ഷയിൽ ആദ്യത്തെ എക്സാം ഇംഗ്ലീഷാണ്. രണ്ടാമത്തെ യൂണിറ്റിൽ ഏറ്റവും പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ വരാൻ അധികം സാധ്യതകളുള്ള ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ യൂണിറ്റിൽ ഏറ്റവും പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലുമുണ്ട്. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SSLC വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പുതിയ വീഡിയോകൾ, വീഡിയോ ക്ലാസ്സുകൾ, സ്റ്റഡി ടിപ്സ്, സ്റ്റഡി ട്രിക്സ് എല്ലാം ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ, രണ്ടാമത്തേത് ദ ഫീനിക്സ് റൈസസ്, മൂന്നാമത്തേത് ദ സെയ്ഡ്ലിംഗ്. ഈ 3 പാഠഭാഗങ്ങളാണുള്ളത്. ഈ ഒരു യൂണിറ്റിൽ നമുക്കറിയാം ആദ്യത്തെ 2 ചാപ്റ്ററുകളും യഥാർത്ഥ ജീവിതത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന 2 വ്യക്തികളുടെ തന്നെ ലൈഫിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഉള്ളത്. അത് ശ്രീകാന്ത് ബോല, രണ്ടാമത്തേത് അരുണാചലം മുരുകാനന്ദം. ഓക്കെ, ഈ 2 പേരുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യത്തെ 2 ചാപ്റ്ററുകൾ. അതിൽ ആദ്യത്തെ ബ്രേക്കിംഗ് ബാരിയർ ശ്രീകാന്ത് ബോലയെ കുറിച്ചിട്ടാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള, അതായത് ജന്മന കാഴ്ചശക്തി കുറവുള്ള, വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ശ്രീകാന്ത് ബോല എങ്ങനെയാണ് ചെറിയ പ്രായം മുതൽ മുന്നിൽ വന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്തത്. അതായത് സ്കൂളിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അദ്ദേഹം നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. പിന്നീട് സ്പെഷ്യൽ സ്കൂളിലെത്തുന്നു, അവിടെ അദ്ദേഹം നേടിയ അച്ചീവ്മെൻറ്റ്സ് പറയുന്നുണ്ട്. +2, അതായത് 10th കഴിഞ്ഞ് +2വിലേക്ക് എത്തിയ സമയത്ത് സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. അതിനെതിരെ അയാൾ കോടതിയിൽ പോകുന്നു. കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച ശേഷം എങ്ങനെയാണ് കഷ്ടപ്പെട്ട് +2വിൽ വളരെ ഗംഭീരമായ മാർക്കോടുകൂടി വിജയിച്ചതെന്ന് പറയുന്നു. പിന്നീട് IITയിൽ അഡ്മിഷൻ കിട്ടാതെ അമേരിക്കയിൽ പഠിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ചിട്ടും അതിൽ തന്നെപ്പോലുള്ള വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളെ എങ്ങനെ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നു എന്നെല്ലാമാണ് ആ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾ ഏറ്റവും അധികം എക്സ്പെക്റ്റ് ചെയ്യേണ്ട ചില ചോദ്യങ്ങൾ: ഒന്ന്, ശ്രീകാന്ത് ബോലയുടെ ഒരു ബയോ സ്കെച്ച് ഒരു പക്ഷേ ഈ പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. ബയോ സ്കെച്ച് എന്ന് പറയുന്നൊരു സാധനം ഇതുവരെ നമ്മൾ പ്രൊഫൈൽ കണ്ടിട്ടുണ്ട്, ബയോ സ്കെച്ച് ഇതുവരെ ഉണ്ടാവാറില്ലായിരുന്നു. എന്നാൽ ഇത്തവണ ഒരു ബയോ സ്കെച്ച് എന്ന സംഭവം ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ശ്രീകാന്ത് ബോലയുടെ എന്താ പറയുക, അദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു വലിയ പാരഗ്രാഫായിട്ട് എഴുതേണ്ടത്. എത്ര മാർക്കിനാണോ അതിനനുസരിച്ചാണ് നിങ്ങൾ ബയോ സ്കെച്ച് എഴുതേണ്ടി വരിക. രണ്ടാമതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം: ശ്രീകാന്ത് ബോല അയാൾ നേരിട്ട അനുഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ നറേഷൻ, ശ്രീകാന്ത് ബോലയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം എങ്ങനെ സക്സസ്ഫുള്ളായി എന്ന് പറയുന്ന ഒരു റൈറ്റപ്പോ ഒരു നറേഷനോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ എക്സാമിൽ വരാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ശ്രീകാന്ത് ബോലയുടെ ഒരു സ്പീച്ച്, അദ്ദേഹം എവിടെയെങ്കിലും നടത്തുന്ന ഒരു സ്പീച്ചിൽ അദ്ദേഹം പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അതായത് ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും കൂടുതലായിട്ടും ഈ ചാപ്റ്ററിൽ നിന്നും വരിക. ഓക്കെ, ഇൻ്റർവ്യൂ, സ്വാഭാവികമായിട്ടൊരു ഇൻ്റർവ്യൂവിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രീകാന്ത് ബോലയോട് ചോദിക്കാവുന്ന കുറേ ചോദ്യങ്ങൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന രീതിയിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. തൊട്ടടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദ ഫീനിക്സ് റൈസ് എന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന് വലിയൊരു പ്രാധാന്യമുള്ളത്, വലിയൊരു പ്രത്യേകതയുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ആ ചാപ്റ്ററിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗത്ത് ബബ്ലു കേവത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ സാനിറ്ററി നാപ്കിൻസിൻ്റെ ഒരു ലോ കോസ്റ്റുള്ള, ചിലവ് കുറഞ്ഞ സാനിറ്ററി നാപ്കിൻസ് അദ്ദേഹം കണ്ടെത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചിട്ടൊക്കെയുള്ള, അതിൻ്റെ പരീക്ഷണങ്ങളിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ബബ്ലു കേവത്ത് എന്ന ഒരു വ്യക്തിയിലൂടെ, ഒരു കഥാപാത്രത്തിലൂടെയാണ് ആ കഥ ആദ്യം പോകുന്നത്. അതിൽ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അദ്ദേഹം സാനിറ്ററി നാപ്കിൻ കണ്ടുപിടിക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ സമൂഹം എങ്ങനെ നേരിടുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബവും ഭാര്യയും അല്ലെങ്കിൽ അമ്മയും ഒക്കെ അദ്ദേഹത്തെ വിട്ടുപോകുന്നതും സൊസൈറ്റിയിലുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെതിരാകുന്നതുമൊക്കെയാണ് ആദ്യ ഭാഗത്തിലുള്ളത്. അവിടെ ആ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ചാപ്റ്ററല്ല, ബബ്ലു കേവത്തിൻ്റെ കഥ അവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഈ വ്യക്തി റിയൽ ലൈഫിൽ ആരായിരുന്നു, അല്ല റിയൽ ലൈഫിലുള്ള ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബബ്ലു കേവത്ത് എന്ന കഥാപാത്രത്തെ കാണുന്നത്. റിയൽ ലൈഫിലുള്ള അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തി, ഇപ്പം ബബ്ലു കേവത്തിൻ്റെ കഥയിൽ നമ്മൾ പഠിച്ചതെല്ലാം റിയൽ ലൈഫിൽ അരുണാചലം മുരുകാനന്ദത്തിൻ്റെ ലൈഫിൽ നടന്നതാണ്. 2 പേരുടെയും ഭാര്യയുടെ പേര് കൊടുക്കുന്നതിലുള്ള ചില മാറ്റങ്ങളും മറ്റും ആയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ചാപ്റ്റർ തന്നെ കണ്ടാൽ അറിയാം. ഒരിടത്ത് ഗൗരി എന്നും മറ്റേത് ശാന്തിയുമാണ്. ഓക്കെ, സോ അരുണാചലം മുരുകാനത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഇൻ്റർവ്യൂ ബേസ് ചെയ്തിട്ട് ഒരു പക്ഷേ ഒരു റൈറ്റപ്പ് ഉണ്ടാവും. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്, അതായത് നമ്മൾ സമൂഹത്തിന്
ഗുണമാകുന്ന രീതിയിലുള്ള ബിസിനസ് ഐഡിയകൾ കൊണ്ടുവരുന്നതും അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചിട്ടും അതിലൂടെ ഒരു തൊഴിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾക്ക് ലഭിക്കുന്നു എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് അദ്ദേഹം ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആ ഇൻ്റർവ്യൂ പൂർണ്ണമായിട്ടും വായിക്കണം. ആ ഏരിയ ബേസ് ചെയ്തിട്ടൊരു റൈറ്റപ്പിന് വലിയ വലിയ സാധ്യതകളുണ്ട്. എങ്ങനെയാണ് ഒരു സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്, അതായത് സൊസൈറ്റിക്ക് യൂസ്ഫുള്ളായ രീതിയിൽ എന്നാൽ ഒരു ബിസിനസ് ഐഡിയ എന്ന രീതിയിലും കൂടിയുള്ള ഒരു കോൺസെപ്റ്റ്. ഇപ്പം അദ്ദേഹം സാനിറ്ററി നാപ്കിൻസ്, വളരെ ചിലവ് കുറഞ്ഞ സാനിറ്ററി നാപ്കിൻസ് കണ്ടുപിടിക്കുന്നത് സൊസൈറ്റിയിലുള്ള വിമൺ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായ കാര്യമാണ് അല്ലേ. അതേസമയം അതെന്താണ്, ഒരു ബിസിനസ് ഐഡിയ കൂടിയാണ്. ഈ രീതിയിൽ സൊസൈറ്റിക്ക് യൂസ്ഫുള്ളായ എന്നാൽ ഒരു ബിസിനസ് എന്ന രീതിയിൽ ആരംഭിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് അത് സമ്പാദിക്കുന്ന പണമല്ല, മറിച്ച് സൊസൈറ്റിയിൽ അതെന്ത് ചേഞ്ച് ഉണ്ടാക്കുന്നു, എത്ര യൂസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ് എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ റൈറ്റപ്പ് ഉൾപ്പെടെ പ്രതീക്ഷിക്കാം. ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരുണാചലം മുരുഗാനത്തിൻ്റെ ഒരു ബയോ സ്കെച്ച് നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. അരുണാചലം മുരുഗാനത്തിൻ്റെ സ്പീച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ അരുണാചലം മുരുഗാനന്ദത്തിൻ്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടൊരു ന്യൂസ് ആർട്ടിക്കിളോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ബബ്ലു കേവത്ത്, ആ പടവത്തിന് ആദ്യമത്തെ ബബ്ലു കേവത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയറി, അദ്ദേഹം സൊസൈറ്റിയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ ബുദ്ധിമുട്ടുകൾ കാണുന്ന സമയത്ത് അദ്ദേഹം എഴുതുന്ന ഡയറിയോ അദ്ദേഹത്തിൻ്റെ ലെറ്ററോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും വലിയ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾക്കാണ് ഈ ചാപ്റ്ററിൽ നിന്നും വലിയ സാധ്യതയുള്ളത്. ഓക്കെ, മൂന്നാമത് വരുന്ന ചാപ്റ്റർ സീഡ്ലിംഗ് ആണ്. സീഡ്ലിംഗ് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്. ഇതവണ നമുക്കറിയാം അപ്രീസിയേഷന് പാരഗ്രാഫും ചോയ്സ് ആയിട്ടാണ് വരുന്നത്. ഒന്നുകിൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ പാരഗ്രാഫ് എന്ന രീതിയിലായിരിക്കും ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു പോവുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടത് കമ്പൽസറിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ദി ഫീനിക്സ് റൈസസിനും ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ, 2 ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും വായിക്കണം. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റുകൾ പറയുന്നുണ്ട്. റൈറ്റപ്പ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ, പാരഗ്രാഫ് ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഈ 2 ചാപ്റ്ററുകൾ. പിന്നെ ഇവൻ്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ചോദ്യം വലിയ സാധ്യതയുണ്ട്. ഒന്നുകിൽ ശ്രീകാന്ത് പോലെ ഒരു പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇവൻ്റ് ഇൻവിറ്റേഷൻ എഴുതാനോ, അല്ലെങ്കിൽ നമ്മുടെ അരുണാചലം മുരുഗാനന്ദത്തെ ഇൻവൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഇവൻ്റ് ഇൻവിറ്റേഷൻ. ഈ 2 പഴയ നോട്ടീസല്ല ഇവൻ്റ് ഇൻവിറ്റേഷൻ എന്ന് മനസ്സിലാക്കുക. ഇവൻ്റ് ഇൻവിറ്റേഷൻ എന്താണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യാം. തീർച്ചയായിട്ടും കാണാം. വീണ്ടും കാണാം. താങ്ക് യു.